അശ്ലീല സിനിമാ രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന കേസിൽ എടുത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടി ശ്വേത മേനോൻ ഹൈക്കോടതിയിൽ. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന തോപ്പുംപടി സ്വദേശിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. താരസംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനിടെയാണ് ശ്വേത മേനോനെതിരായ നടപടി വന്നിരിക്കുന്നത്. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് സിനിമകളിലും പരസ്യങ്ങളിലും അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് അത് സോഷ്യൽ മീഡിയ വഴിയടക്കം പ്രചരിപ്പിച്ചു എന്നതാണ് ശ്വേത മേനോനെതിരെയുള്ള കേസിൻ്റെ അടിസ്ഥാനം. 2 വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഒന്ന്, ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിലെ സെക്ഷൻ 5(3), അതോടൊപ്പം തന്നെ IT ആക്ടിലെ സെക്ഷൻ 67A. അതിൽ ഈ കേസെടുത്ത നടപടിയിൽ ഇപ്പോൾ വലിയ വിവാദമുണ്ടായിരിക്കുകയാണ്. ഇതൊരു വിചിത്രമായ നടപടിയാണ് ഈ കേസ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഇത്തരത്തിൽ ഒരു അവധാനതയും ഇല്ലാതെയാണ് ഈ കേസിലേക്ക് കാര്യങ്ങൾ വന്നത്. കാരണം സർട്ടിഫിക്കേഷൻ അടക്കമുള്ള ചിത്രങ്ങളാണ് ഇത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സിനിമാ മേഖലയിലെ ഒരു വിഭാഗം ശക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, അമ്മ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു കേസ് വന്നതിൽ സംശയവും വലിയൊരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും രവീന്ദ്രൻ അടക്കമുള്ളവർ ശ്വേത മേനോനെ പിന്തുണച്ച് ഇന്ന് രംഗത്ത് വന്നു. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേലി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയല്ല നമ്മൾ ആക്ടേഴ്സ്, അല്ലേ? ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ഇത്തരം വകുപ്പുകൾ പ്രയോഗിക്കാം എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വിമർശനം ശക്തമാകുമ്പോൾ വിശദീകരണവുമായി രംഗത്ത് വരികയാണ് പോലീസ്. നേരത്തെ പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും കേസെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് കോടതിയിൽ പോയതെന്നതാണ് വ്യക്തമാകുന്നത്. ഈ കേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് വന്ന ക്രിമിനൽ മിസ്ലീനിയസ് പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തത്. എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അതിനിടെ കേസിനെതിരെ നടി ശ്വേത മേനോൻ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എഫ്ഐആർ റദ്ദാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇതോടൊപ്പം തന്നെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന ആവശ്യവും കൂടി ഇൻട്രീം റിലീഫായി വച്ചിട്ടുണ്ട്. ഇതിൽ കോടതി എടുക്കുന്ന തീരുമാനം വളരെ സുപ്രധാനമാകും. എന്തായാലും പരാതിക്കാരൻ പറയുന്നത് തനിക്ക് ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന പൊളിറ്റിക്സോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധമില്ല, താനൊരു പരാതിയുമായി കോടതിയിൽ എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. സിനിമാ മേഖലയിലെ ഒരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണ വിധേയർ മത്സരിക്കരുത് എന്ന ആവശ്യം ശക്തമായി ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലുള്ളിൽ അല്ലെങ്കിൽ അമ്മ സംഘടനയ്ക്കകത്ത് വലിയ ചേരിപ്പോര് നിലനിൽക്കുന്നുണ്ട്. അത്തരം ചില വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.